സന്ദീപ് വാര്യർ, ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം ആകെ അലങ്കോലം സൃഷ്ടിക്കുന്നത് ആദ്യമായിട്ടല്ല. മുൻപത് മന്ത്രിയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് തന്ത്രിയാണ് എന്നുള്ള വ്യത്യാസം മാത്രം. നോക്കൂ, മുൻപ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത സാഹചര്യത്തിലടക്കം അന്ന് കോൺഗ്രസ് തീർക്കാത്തൊരു പ്രതിരോധമാണ് തന്ത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്നും ഇപ്പോഴുണ്ടാകുന്ന സമീപനം. നിയമസഭയിലടക്കം തന്ത്രിയെ മുൻനിർത്തിയുള്ള ഈ കളി വാസ്തവത്തിൽ അത് തീക്കളിയല്ലേ? അസിത, തന്ത്രി എന്താണ്? തന്ത്രി ഈ രാജ്യത്തെ നിയമപ്രകാരം ദേവൻ്റെ പിതൃസ്ഥാനീയനാണ്. അത് ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നതാണ്. ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ വിശ്വാസം പിൻപറ്റാൻ ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ, ആ പ്രതിഷ്ഠയ്ക്ക് ഒരു മൈനർ സ്വഭാവമാണുള്ളത്, ഒരു മൈനറുടെ അവകാശമാണുള്ളത്. ആ മൈനറുടെ പിതൃസ്ഥാനീയനായിട്ടുള്ള വ്യക്തിയാണ് നിയമത്തിൻ്റെ കണ്ണിൽ തന്ത്രി എന്ന് പറയുന്നത്. ആ തന്ത്രിയുടെ സ്ഥാനത്ത് പല ആളുകളും പല കാലഘട്ടങ്ങളിൽ വരാം, പല വ്യക്തികൾ വരാം. ഉദാഹരണം, നിയമസഭാ സ്പീക്കറായിട്ട് പല ആളുകൾക്ക് പല കാലഘട്ടങ്ങളിൽ വരാം. പക്ഷേ സ്പീക്കർക്ക് എന്താണ് പ്രാധാന്യം, അല്ലെങ്കിൽ സ്പീക്കർക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ സ്പീക്കർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം സഭയുടെ നാഥനാണ്. അതുപോലെ തന്നെയാണ് ശബരിമല ക്ഷേത്രമാകട്ടെ, മറ്റേത് ക്ഷേത്രങ്ങളാവട്ടെ, ആ ക്ഷേത്രത്തിൽ തന്ത്രി എന്നുള്ളതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ തന്ത്രിക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് രാജ്യത്തെ നിയമവും ഭരണഘടനയും പറയുന്നു. അപ്പോൾ അതൊന്നും പ്രത്യേകതയല്ല, അതൊന്നും തന്ത്രിക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ല എന്ന് എം.പി. രാജേഷും ചില മാധ്യമപ്രവർത്തകരും അങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ പ്രശ്നമാണത്, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൻ്റെ അവിടുത്തെ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയായിട്ടുള്ള തന്ത്രിക്കെതിരെ തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളതാണ്. അത് കേവലം ഞങ്ങളുടെ ആക്ഷേപമല്ല. ഈ രാജ്യത്തെ കോടതി ജാമ്യാപേക്ഷയിൽ 41 ദിവസത്തിനകം കണ്ടെത്തിയത് തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലാതെ ശബരിമലയിലെ തന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു എന്നുള്ളതാണ്. നോക്കൂ, എത്ര നിഷ്ഠമായിട്ടുള്ള കാര്യമാണ്, എത്ര നെറികെട്ട കാര്യമാണ്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ ഹൃദയവികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ശബരിമലയിലെ തന്ത്രിയെ പിടിച്ച് ജയിലിനകത്തിടുന്നത്. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിക്കും. കാരണം ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ പ്രശ്നമാണത്, അവരുടെ പ്രയാസമാണത്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ റോൾ എന്താണ് എന്നത് സംബന്ധിച്ച് അന്തിമമായ ഒരു സ്റ്റാൻഡ് ഒരാൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് ഈ വിഷയം എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുന്ന വാദങ്ങൾ ശരിയുമാണ്. നോക്കൂ സന്ദീപ്, ഈ നാടിന്റെ സെക്കുലർ ഫൈബർക്കിന് ഒരു പോറലും ഓൽപ്പിക്കുന്ന തരത്തിൽ ഒരു വരി പോലും പറയരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഞാൻ കടത്തി ചോദിക്കാത്തത്. പക്ഷേ ഞാൻ ചോദിച്ചത് സന്ദീപിന് വ്യക്തമാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പുമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് തന്ത്രിയുടെ അറസ്റ്റ് അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ പ്രതിപക്ഷം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. തന്ത്രിക്ക് എന്ത് പ്രത്യേകതയാണ് എന്നുള്ളത് എം.പി. രാജേഷ് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു നിലയിൽ നിന്നും ചോദ്യം ഉണ്ടാകുമ്പോൾ അത് തന്ത്രിയുടെ അത്തരം അയ്യപ്പന്റെ പിതൃസ്ഥാനീയൻ എന്നതുമായി ബന്ധപ്പെട്ട അവകാശത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. നിയമത്തിന് മുന്നിൽ തന്ത്രിക്ക് എന്ത് പ്രത്യേകതയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു ഇലക്ഷൻ അജണ്ട എന്ന നിലയിൽ തന്നെ തന്ത്രിയുടെ അറസ്റ്റിനെ കോൺഗ്രസ് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടാകുന്നത്. അത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണോ, അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യലാണോ എന്നതാണ് ചോദ്യം. അസിത, ഇത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഏത് ഘട്ടത്തിലാണ് പ്രതിപക്ഷം ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്? പ്രതിപക്ഷം ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ സമയത്തല്ലല്ലോ ഇത് പ്രകടിപ്പിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയിൽ കോടതി കണ്ടെത്തിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമക്ഷത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. ആ പൊതുസമക്ഷത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? തന്ത്രിക്കെതിരെ തെളിവിൻ്റെ കണിക പോലുമില്ലാതെ നടന്നിട്ടുള്ള അറസ്റ്റാണ്, അന്യായമായിട്ടുള്ള അറസ്റ്റാണ് എന്ന് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ, നീതിപീഠങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ അന്യായമായിട്ട് ഈ രാജ്യത്തെ ഒരു കോടിക്കണക്കിന് മനുഷ്യർ ആരാധിക്കുന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ തന്ത്രിവരനെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിനകത്ത് പാർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? കേരളത്തിലെ മന്ത്രിസഭയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അകപ്പെട്ടിട്ടുള്ള വല്ലാത്തൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി, അവർക്ക് ന്യായീകരിക്കാൻ വേണ്ടി, ഞങ്ങൾ മാത്രമല്ല കള്ളന്മാർ, അവരുമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്ത്രിയെ കൂടി ഇതിലേക്ക് വലിച്ചഴച്ചു എന്നുള്ള ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരില്ല? തന്ത്രിയെ ഇതിൽ പെടുത്താനുള്ള കാരണമായി തന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിലെ ആചാര ലംഘന സമയത്ത് സർക്കാരിന്റെ നിലപാടിനെതിരായി ശബരിമല ആചാര സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്ത്രി സ്വീകരിച്ചതിന്റെ പേരിലാണ്. അപ്പോൾ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണം ശരിയാണെന്ന് ഇന്ന് എം.പി. രാജേഷിന്റെ പ്രസ്താവനയോടെ തെളിഞ്ഞില്ലേ? തന്ത്രിക്ക് എന്താണ് പ്രത്യേകത എന്ന് ഇപ്പോഴും എം.പി. രാജേഷ് ചോദിക്കുന്നുണ്ടെങ്കിൽ
ഈ ആചാര ലംഘന സമയത്ത് CPM എടുത്ത നിലപാടിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ബോധ്യപ്പെട്ടില്ലേ? ഈ ശബരിമലയിൽ ആചാര ലംഘനം നടക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി സന്ദീപ്, അതിൽ എന്റെ പ്രശ്നം ഇപ്പോൾ സന്ദീപ് പറയുന്നതിലും MP രാജേഷ് പറയുന്നതിലും ഒക്കെ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലല്ല എനിക്കൊരു സംശയം അതിലുള്ളത്. നിയമത്തിന് മുന്നിൽ തന്ത്രിക്ക് എന്തെങ്കിലും പ്രത്യേക അവകാശമുണ്ടോ? അത് മാത്രമാണ് അതിലെ സംശയം. ഉണ്ടല്ലോ, നിയമത്തിനുള്ളിൽ തന്ത്രിക്ക് പ്രത്യേകാവകാശം ഉണ്ടല്ലോ. അതാണല്ലോ ഈ നിയമത്തിനുള്ളിൽ തന്ത്രിക്ക് പ്രത്യേകാവകാശം ഉള്ളത് കൊണ്ടാണ് ആചാരപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ പ്രതിപട്ടികയിലേക്ക് തന്ത്രി വരികയും നാളെ പ്രോസിക്യൂഷൻ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അവിടെ തന്ത്രിയാണ് എന്നത് നിയമം പ്രത്യേകം തന്ത്രിയെ പരിഗണിക്കാനുള്ള ഒരു മെറിറ്റാക്കി മാറ്റി നിർത്തുമോ? ആ ജാമ്യം കൊടുത്തപ്പോൾ പോലും കോടതി കണ്ടെത്തിയിട്ടില്ല എന്താ? തന്ത്രി ആചാരപരമായ കാര്യങ്ങൾ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്ന് കണ്ടെത്തിയല്ലോ. ആ ഇടപെടാനുള്ള അവകാശം തന്ത്രിക്ക് ഉള്ളത് കൊണ്ടാണല്ലോ തന്ത്രിക്കെതിരെ നിയമത്തിന്റെ തെളിവിന്റെ കണിക പോലും ഇല്ല എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്. രണ്ട്, തന്ത്രിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞു, തന്ത്രി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അങ്ങനെ പറയാൻ പാടില്ല. സ്പീക്കർക്ക് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കാൻ പറ്റില്ല. ഷംസീറിന് എന്ത് പ്രത്യേകത എന്ന് ചോദിച്ചോളൂ, സ്പീക്കർക്ക് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ദുഷ്ടലാക്കാണ്. എന്താണ് അത്? നേരത്തെ ഈ യുവതീ പ്രവേശന സമയത്ത് CPM സ്വീകരിച്ചിട്ടുള്ള നിലപാടിന്റെ എക്സ്റ്റൻഷനാണ്. തന്ത്രിക്ക് പ്രത്യേകമായിട്ടൊരു അവകാശവും ശബരിമലയിലില്ല, ഭരിക്കുന്ന ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടാൽ മതി എന്നുള്ള അന്നത്തെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള അന്നത്തെ സമീപനം ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് തന്ത്രി അല്ല ശബരിമലയിൽ അവസാന വാക്ക്, അത് ഞങ്ങളാണ്. ഞങ്ങൾ പറയുന്നത് നടക്കും, ഞങ്ങൾ പറയുന്നത് നടത്തും. DYFIക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റും, അരാജകവാദികളെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റും, മനിതി സംഘത്തിന് ഞങ്ങൾ കൊണ്ടുപോയി കയറ്റും, നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്നോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചിരിച്ചൊരു കൊലച്ചിരി ഉണ്ടല്ലോ ഒന്ന്. ഇനി പ്രതിഷേധമില്ലേ? ഇനി രാഹുലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ, അവർ പറയട്ടെ. അന്ന് മുഖ്യമന്ത്രി ചിരിച്ച കൊലച്ചിരിയുടെ എക്സ്റ്റൻഷനാണെന്ന് MP രാജേഷിന്റെ നിയമസഭയിലെ തന്ത്രിക്ക് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കുന്നത്. തന്ത്രിക്ക് പ്രത്യേകതയുണ്ട് സർ, അത് ഈ രാജ്യത്തെ ഭരണഘടനയും നിയമവും കൊടുത്തുള്ള പ്രത്യേകതയാണ്. അത് ക്ഷേത്രത്തിന്റെ അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രതിസ്ഥാനം എന്ന പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്ത്രിയെ സംബന്ധിച്ച് പദവിയിലിരിക്കുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടിയിരുന്ന അവധാനത അവിടെ കാണിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.